ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എൻ്റെ ബേബിക്ക് സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് പറഞ്ഞാൽ 6 മന്ത് കംപ്ലീറ്റ് ആയിട്ട്, അതായത് 182 ഡേയ്സ് കംപ്ലീറ്റ് ആയിട്ട് ശേഷമാണ് ഞാൻ ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ചില മദേഴ്സിനൊക്കെ പാല് കുറവാണ്, അല്ലെങ്കിൽ കുട്ടിക്ക് കൂടുതൽ വിശപ്പ്, അങ്ങനെയുള്ള കേസിലൊക്കെ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. 5 മന്തിന് ശേഷം കൊടുക്കുന്നവരുണ്ട്, 4 മന്തിന് ശേഷം കൊടുക്കുന്നവരുമുണ്ട്. പക്ഷേ ഏറ്റവും ഉത്തമം 6 മാസം കഴിഞ്ഞിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. അതാണ് കുട്ടികൾക്ക് ഒന്നുകൂടെ അവരെ ദഹനത്തിനൊക്കെ ഏറ്റവും നല്ല ഉത്തമം എന്ന് പറയുന്നത്. ഞാനിവിടെ ആദ്യമായിട്ട് കൊടുക്കുന്നത് കുന്നംവായ്ക്കാണ് കേട്ടോ. ഞാൻ എൻ്റെ 2 മക്കൾക്കും അങ്ങനെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. കുന്നംവായ്ക്ക് കൊടുക്കുന്നതിനുള്ള ഒരു ഉപകാരം എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞിൻ്റെ വയറൊക്കെ ഒന്ന് സെറ്റായിട്ട് കിട്ടും കേട്ടോ. അവരുടെ ആ ഒരു പൂപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ഒന്ന് സെറ്റായിട്ട് വന്ന് അവർ ദഹനമൊക്കെ അത്യാവശ്യം ഒന്ന് നല്ല പ്രോപ്പർ ആയതിനു ശേഷം നമ്മൾ അടുത്തൊരു ഫുഡിലോട്ട് കടക്കുന്നതായിരിക്കും നന്നാവുക. പിന്നെ ഏതൊരു ഫുഡ് കൊടുക്കുമ്പോഴും നമ്മൾ ആദ്യത്തെ 3 ദിവസം സെയിം ഫുഡ് തന്നെ ആയിരിക്കും കൊടുക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ 15 ഡേയ്സ് കൊടുക്കണം എന്നാണ് കേട്ടോ. പക്ഷേ ഇപ്പോഴത്തെ നമ്മൾ മക്കളൊക്കെ നല്ല ബോറടിച്ച് തുടങ്ങും. ഒരേ ഫുഡ് കൊടുക്കുമ്പം അവർക്ക് ഫുഡിനോട് നല്ല മടുപ്പ് വരും കേട്ടോ. എൻ്റെ 2ാമത്തെ ആൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് അതുപോലെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇയാൾക്ക് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ആൾക്ക് ഞാൻ 3 ദിവസം ഒരു ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് പതിയെ നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും അങ്ങനെയൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. റാഗി ഞാൻ ഒരു 1 ഇയർ കഴിഞ്ഞിട്ടാണ് അധികം ഞാൻ സ്റ്റാർട്ട് ചെയ്യാറ് കേട്ടോ. പക്ഷേ റാഗി നല്ലതാണ്. പക്ഷേ എൻ്റെ ബേബീസിനൊക്കെ റാഗി അലർജി ആയതുകൊണ്ട് ഞാൻ കൊടുത്തിട്ടില്ല. പക്ഷേ ഇയാൾക്കും ഒന്ന് കൊടുത്തു നോക്കണം എന്നുണ്ട് അലർജി, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കൊടുക്കും കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും ഒക്കെ നമുക്ക് പ്യൂരി ആക്കിയിട്ട് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഉണ്ടാക്കിയ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം, അതായത് സ്പൂണിൽ നിന്ന് കറക്റ്റ് നമ്മൾ ഫുഡ് താഴെ വീഴുന്ന ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിന് വേണ്ടത്. അധികം കട്ടിയാവും ചെയ്യരുത്, ഓവർ ലൂസാവും ചെയ്യരുത് കേട്ടോ. ഒരു സ്പൂണ് കൊടുത്ത് അവർക്ക് ഓക്കെ ആണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം 2ാമത്തെ സ്പൂൺ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ശരിക്കും ഈ നഴ്സറിയിൽ നിന്ന് വരുന്ന ടീച്ചേഴ്സൊക്കെ പറയും ഒരു ദിവസം 1 സ്പൂണ് കൊടുക്കുക, എന്നിട്ട് പിറ്റേന്ന് കൊടുക്കുക എന്നുള്ളത് കേട്ടോ. എടുത്ത ഫുഡ് മുഴുവനായിട്ട് കൊടുക്കുക എന്നുള്ള വാശി നമ്മൾ ഉമ്മമാർക്കും വേണ്ട കേട്ടോ. ആദ്യം എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒരുപാട് മാറ്റം എനിക്ക് തന്നെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്കും ഞാനത് പറഞ്ഞു തരുന്നത്. ആഫ്റ്റർ ഫുഡ് ഒരു 2-3 സ്പൂണ് നമുക്ക് വെള്ളം കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് നന്നായിട്ട് തട്ടി ബർപ്പ് ഏൽപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ കിടത്താൻ പാടുള്ളൂ കേട്ടോ. മോർ വീഡിയോസിനായിട്ട് എൻ്റെ പേജ് ഫോളോ ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ.